വരട്ടെ, ഇന്നിങ്ങി വരട്ടെ. അവൾ കാത്തിരുന്നു. പക്ഷേ അന്ന് അയാൾ വന്നില്ല. അയാളൊരു നല്ല നായാട്ടുകാരനാണല്ലോ. 2-3 ദിവസം കഴിഞ്ഞ് അയാൾ വന്ന് സന്ധ്യ കഴിഞ്ഞ സമയത്ത് നിലാവുള്ള രാത്രിയിൽ പാർവതിയും ദേവയ്യനും സാധാരണ ചെന്നിരിക്കാറുള്ള ആ പാറപ്പുറത്തെത്തിയിരുന്നു. അധികം കഴിഞ്ഞില്ല, അവളെ ചോദ്യം എടുത്തിട്ടു. ദേവണ്ണ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എന്താ പാർവതി? ഞാനില്ലാത്തപ്പോ 2-3 ദിവസം മുമ്പ് ദേവണ്ണ വീട്ടിൽ വന്നിരുന്നോ? 2-3 ദിവസം മുമ്പ് നീ ഇല്ലാത്തപ്പോ? വന്നിരുന്നു. എന്താ അല്ലേ? നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? നായാട്ടു തീർന്നു മടങ്ങി വഴി എന്റെ പുള്ളിമാനെ കണ്ടു പോവാൻ, പുള്ളിമാനെ കണ്ടു പോവാൻ. നായാട്ടു തീർന്നു മടങ്ങി വഴി എന്റെ പുള്ളിമാനെ കണ്ടു പോവാൻ, പുള്ളിമാനെ കണ്ടു പോവാൻ. ദേവണ്ണ, എന്നോട് ക്ഷമിക്കണം. എന്തിനാ പാർവതി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത്? ദേവണ്ണനെ ഞാൻ വല്ലാതെ സംശയിച്ചു. അത് സാരമില്ല കേട്ടോ, സാരമില്ല. അല്ല, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ കാണുമ്പോൾ വലിയ മാറ്റം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നീ വല്ലാതെ ശോഷിച്ച് വരുന്നു. എന്താ, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ക്ഷീണമുണ്ടോ? അത് അസുഖം ഉണ്ടായിട്ടല്ല ദേവണ്ണ. പിന്നെ അച്ഛൻ പോകാൻ നേരത്ത് എന്നെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്താ ചുമതല? ഒരു വലിയ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാൻ ദേവണ്ണൻ എന്നെ സഹായിക്കണം. എന്താ ചുമതല? പറയൂ. സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടരേണം ശ്രീരാമനെ പോലൊരു വരനെ. സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടരേണം ശ്രീരാമനെ പോലൊരു വരനെ. ഇതാണോ ഇത്ര വലിയ ചുമതല? നമ്മുടെ സീതയ്ക്ക് ഒരു ശ്രീരാമനെ വേണം. അത് ഈ ദേവയ്യനേറ്റു. ദേവയ്യനേറ്റിരിക്കുന്നു ആ കാര്യം. അയാളെ വലിയ ചുമതല ഏറ്റെടുത്തു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നു, ആഴ്ചകൾ കഴിയുന്നു. ആ ശ്രീരാമൻ വരുന്നില്ല. ശ്രീരാമൻ വരുന്നതേയില്ല. ഒരു ദിവസം പാർവതിക്ക് തോന്നി, ഒരവധി ദിവസം സീതമ്മയുടെ മുറി ഒന്ന് പരിശോധിച്ചാൽ എന്താണ്. അവൾ പുറത്ത് നിൽക്കുകയാണ്. അവൾ അകത്ത് വന്ന് ആ മുറി ആകെ ഒന്ന് പരതി. നല്ല മുല്ലപ്പൂവിന്റെ വാസന. തന്റെ വീട്ടിൽ മുല്ലവള്ളിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവൾക്ക് ഈ മുല്ലപ്പൂ കിട്ടിയത്? അവൾ അവിടെ എല്ലാം പരതി. ഒടുവിൽ അവൾ വസ്ത്രം വെക്കുന്ന പെട്ടി പിടിച്ചു തുറന്നു. അതിനുള്ളിലിരിക്കുന്നു ഒരു മുല്ലപ്പൂമാല. അവളത് കയ്യിലെടുത്തു. സീതമ്മേ, എന്താക്ക ഇവിടെ വാടി, എന്താക്ക ഇവിടെ വാടി. അവൾ വന്നു. എന്താക്ക എന്താടി? എന്താടി ഇത്? എന്താടി നാവിറങ്ങിപ്പോയ? പറയടി, എന്താ ഇത്? മാല. മുല്ലപ്പൂമാല. ഇത് നിന്റെ പെട്ടിയിൽ എങ്ങനെ വന്നു? എടി, ഈ മുല്ലപ്പൂമാല നിനക്ക് ആര് തന്നു? മാല 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 ദേവണ്ണൻ തന്നു. പാർവതിക്ക് കണ്ണു കാണാൻ വയ്യാതായി. ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായി. അവൾ കൈ നീട്ടി വലിച്ചൊരു അടി കൊടുത്തു അനിയത്തിയുടെ മുഖത്ത്. ദേവണ്ണൻ നിനക്ക് മാല തന്നല്ലേ? ദേവണ്ണൻ നിനക്ക് മാല തന്നു. ക്ഷോഭിച്ചവൾ സ്വന്തം മുറിയിലേക്ക് പോയി. പാർവതി ചെന്ന് തന്റെ മുറിയുടെ വാതിൽ വലിച്ചടച്ചു. ചെന്ന് കിടക്കയിൽ കമണ്ടു വീണു. പൊട്ടി കരയുന്നു. വാവിട്ട് നിലവിളിക്കുന്നു പാർവതി. അവിടെ സീതമ്മയും അവളുടെ കിടക്കയിൽ കിടന്ന് കരയുന്നു. നേരെ സന്ധ്യ കഴിയുന്നു. നേരമിരട്ടുന്നു. അത്താഴ സമയമാകുന്നു. പാർവതിയുടെ മകൻ, അവൻ അത്താഴം കൊടുക്കാൻ ആരുമില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല അവന്റെ കാര്യം. അവൻ ആ പഴയ ചാരുകസയിൽ കയറി കിടന്നു. ആ കുട്ടി അവിടെ കിടന്ന് ക്ഷീണിച്ചുറങ്ങിപ്പോയി. അന്ന് ആ വീട്ടിൽ അത്താഴം വെച്ചില്ല. ആരും ഒന്നും കഴിച്ചില്ല. എല്ലാവരും ഇതാ കിടക്കയിൽ ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. രാവേറെയായി അന്നുറങ്ങീല പാർവതി കേഴുകയായിരുന്നു അത്തഖേദം. രാവേറെയായി അന്നുറങ്ങീല പാർവതി കേഴുകയായിരുന്നു അത്തഖേദം. മന്ത്രിച്ചിടുന്നു മനസാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ ചെന്ന് മാപ്പിരക്കൂ. മന്ത്രിച്ചിടുന്നു മനസാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ ചെന്ന് മാപ്പിരക്കൂ. പാർവതിക്ക് ശേഷം ഉറക്കം വന്നില്ല. കാരണം താൻ അച്ഛന് അവസാനം കൊടുത്ത വാക്കിന് വിരുദ്ധമായി ഇന്ന് അനുജത്തിയോട് പെരുമാറി. അവളെ സങ്കടപ്പെടുത്തരുത് എന്ന് അച്ഛൻ പറഞ്ഞതാണ്. ഇല്ല, ഞാൻ ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തില്ല എന്ന അവസാന വാക്ക് അച്ഛന് കൊടുത്തിട്ടാണ്. അത് കേട്ടുകൊണ്ടാണ് അച്ഛൻ പോയത്. ഇന്ന് ആ വാക്കിന് വിപരീതമായി താൻ പ്രവർത്തിച്ചിരിക്കുന്നു. താൻ എന്താ കാട്ടിയത്? അവളുടെ പെട്ടിക്കുള്ളിൽ മുല്ലപ്പൂമാല കണ്ടു.
അവൾ സത്യം പറഞ്ഞു, ദേവണ്ണം കൊടുത്തതാണ്. അവളുടെ കുറ്റം കൊണ്ടല്ല അവളത് വാങ്ങേണ്ടി വന്നതെങ്കിൽ അതൊന്നും ആലോചിക്കാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് അനുജത്തിയെ കൈവലിച്ച് തല്ലിയിരിക്കുന്നു. അവളെ ചെന്നൊന്ന് സമാധാനിപ്പിച്ചാലെത്താ? അവൾക്ക് മനസ്സുണ്ട്, അനുജത്തിയെ ചെന്നൊന്ന് സമാധാനിപ്പിക്കണം. പക്ഷേ അവൾ ഉറങ്ങിക്കാണും എന്നൊക്കെ ഓർത്ത് അവൾ ഉറങ്ങാൻ ശ്രമിച്ചു. ഉറക്കം വന്നില്ല. നേരം വെളുപ്പിച്ചെടുത്തു, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചെടുത്തു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർച്ചയായും അവളോട് എന്തെങ്കിലും നല്ല 2 വാക്ക് പറഞ്ഞിട്ട് വേണം പോകാൻ. പക്ഷേ അനുജത്തിയെ മുഖത്തോട് നോക്കി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് അനുജത്തിയോട് ഒരു അക്ഷരം ഉരിയാടാതെ അവൾ സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്നിട്ടും മനസ്സിന്റെ വീട്ടിലാണ്. അച്ഛന്റെ വാക്കിന് വിരുദ്ധമായി താൻ പ്രവർത്തിച്ചു. വല്ലാത്ത മനസാക്ഷി കുത്ത്. അന്ന് അവൾക്ക് ശമ്പളം കിട്ടി. അതുമായി അവൾ നേരെ മാർക്കറ്റിലേക്ക് പോയി. അനുജത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൾക്ക് ഒരു സമ്മാനം വാങ്ങി. അവിടെ നിന്ന് ഒരു ജോഡി ലോലക്, ഒരു കർണാഭരണമാണ്, ഒരു കമ്മൽ, കുടകിലെ പെണ്ണുങ്ങൾ അണിയുന്ന ഒരു പ്രത്യേകതരം കമ്മൽ, നല്ല ഒരു ജോഡി നോക്കി അവൾ വാങ്ങി ഹാൻഡ് ബാഗിൽ വെച്ച് വീട്ടിലെത്തി. സീതമ്മേ, എന്താക്ക നീ വന്നേ? അനുജത്തി വന്ന് മുന്നിൽ നിന്നു. ആ മുഖത്തേക്ക് പാർവതി സൂക്ഷിച്ചു നോക്കി. റോസാദലം പോലുള്ള അവർ ആ കവിളിൽ താൻ തല്ലിയ പാട് ചുവന്നു കിടക്കുന്നു. ആ കവിൾത്തടത്തിൽ പാർവതി മെല്ലെ ഒന്ന് തലോടി. അന്നേരത്തെ ദേഷ്യത്തിന് നിന്നെ ഞാൻ തല്ലിപ്പോയതാടി, നീ എന്നോട് ക്ഷമിക്കും. അയ്യോ അക്ക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അക്കൻ അങ്ങനെ പറയണ്ട, ഞാൻ അപ്പോഴേ അതൊക്കെ മറന്നു. അനുജത്തി, നിനക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താക്ക? നോക്ക്. അവൾ ആ ഹാൻഡ് ബാഗിൽ നിന്ന് കടലാസ് പൊതി എടുത്തു കൊടുത്തു. ഇതെന്താക്ക? നീ ഒന്ന് തുറന്നു നോക്കടി പെണ്ണെ. അവൾ ആ കടലാസ് പൊതി നിവർത്തി. ഹായ് ലോലക്, 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 ലോലക്. അവൾ തുള്ളിച്ചാടുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് ഓടിപ്പോയി. ആ ലോലക് അണിഞ്ഞു തിരിച്ചു വന്നു. അക്ക, എങ്ങനെയുണ്ട്? ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു പെണ്ണെ, നന്നായിരിക്കും. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലെ തന്നെയുണ്ട്. ഇങ്ങനെ പുറമെ അഭിനന്ദിച്ചെങ്കിലും പാർവതി ഉള്ളാലെ പറഞ്ഞു, നാശം, വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. സ്വതേ സുന്ദരി. ഈ രൂപത്തിൽ ദേവയ്യൻ ഇവളെ കണ്ടാൽ തന്റെ കാര്യം അധോഗതിയാണ്. അതുകൊണ്ട് പാർവതി തന്റെ കാമുകന്റെ മുന്നിൽ കൂടുതൽ സുന്ദരിയായി പ്രത്യക്ഷപ്പെടുവാൻ അണിഞ്ഞൊരുങ്ങുന്നു. ദേവയ്യനെ കാത്തിരിക്കുന്നു. ദേവയ്യൻ വരുന്നില്ല. വാസരമാറേലു മാഞ്ഞുപോയെന്നവൾ വാസക സജയായി വാണു, വാസക സജയായി വാണു. വാസരമാറേഴു മാഞ്ഞുപോയെന്നവൾ വാസക സജയായി വാണു, വാസക സജ്ജയായി വാണു. വാസക സജ്ജ എന്ന് പറഞ്ഞാൽ കാമുകനെ കാത്തിരുന്ന പരവശയായി തീരുന്ന കാമുകി വാസക സജ്ജയായി വാണു. ഇത് സാംബശിവന്റെ കവിതയല്ല. ഇത് കവിതാ രൂപത്തിൽ സാംബശിവൻ എഴുതിയതാണെങ്കിലും ഈ പദം എസ് കെ പൊറ്റക്കാടിന്റേതാണ്. വാസക സജ്ജ, വാസക സജ്ജിക എന്നൊക്കെ ശബ്ദധാരാവലിയിൽ കാണും. അങ്ങനെ വാസക സജ്ജയായി അവൾ കഴിഞ്ഞുകൂടുകയാണ്. അവൾ കാത്തിരുന്നു. അയാളുടെ കാര്യങ്ങളുമായി നടന്ന് 5-6 ദിവസം കഴിഞ്ഞാണ് വന്നത്. അയാൾ വന്ന് രണ്ടുപേരും സാധാരണ ചെന്നിരിക്കാറുള്ള പാറപ്പുറത്ത് എത്തിയിരുന്നു. നിലാവുള്ള രാത്രിയാണ്. പല ഉരുവ്. അവളുടെ നാവിൻ തുമ്പിൽ ആ ചോദ്യം വന്നു. ദേവണ്ണ, സീതമ്മയ്ക്ക് എന്തിന് മാല കൊടുത്തു? സീതമ്മയ്ക്ക് എന്തിന് മാല കൊടുത്തു? ആ ചോദ്യം നാവിൻ തുമ്പിൽ വരെ വന്നു, പുറത്തേക്ക് വന്നില്ല. എന്തിന് മാല കൊടുത്തു? മാല കൊടുത്തോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ രൂപം കൊണ്ടിരുന്നു. പക്ഷേ അവൾ ചോദിച്ചില്ല. ചോദിക്കാനുള്ള ധൈര്യം വന്നില്ല. ഒടുവിൽ അവൾ തീരുമാനിച്ചു, വെറുതെ ചോദിച്ചു വഴക്കാക്കണ്ട, ഇനി മേലിൽ രണ്ടുപേരെയും സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് പരീക്ഷണയായിരിക്കുന്ന പാർവതിയുടെ മുഖത്തേക്ക് ദയനീയമായി ദേവയ്യനൊന്ന് നോക്കി. അവളുടെ കവിൾത്തടമൊന്ന് തലോടിയിട്ട് ദേവയ്യൻ തന്റെ പോക്കറ്റിൽ നിന്ന് ആ പൊതിയെടുത്തു. പാർവതി, ഇതാ എന്റെ സമ്മാനം. എന്താണ് ഇത്? ഇതൊരു മുല്ലപ്പൂമാല. അയാൾ അത് അഴിച്ചെടുത്തു. അയാൾ അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. പാർവതി, മുല്ലപ്പൂമാല നിനക്കു തന്നെ, മുല്ലപ്പൂമാല നിനക്കു തന്നെ, എന്റെ കല്യാണമാല നിനക്കു തന്നെ, മുല്ലപ്പൂമാല നിനക്കു തന്നെ, എന്റെ കല്യാണമാല നിനക്കു തന്നെ, മുല്ലപ്പൂമാല നിനക്കു തന്നെ. അയാൾ ആ പാട്ട് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. കാരണം കാട്ടിൽ നിന്നും മറ്റൊരു പാട്ടിന്റെ വീതികൾ ഒഴുകി വരുന്നു. കാട്ടിലൂടെ
തീർത്ഥാടകരുടെ പ്രവാഹമുണ്ട്. തലക്കാവേരിയിൽ തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകരുടെ ഭക്തിഗാനം അന്തരീക്ഷത്തിൽ അലയടിച്ചു വരുന്നു. ഞാൻ കേട്ടില്ലേ? ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി തീർത്ഥമാടാൻ തലക്കാവേരിയിൽ പോയി തീർത്ഥാടകന്മാര സംഘം. തീർത്ഥമാടാൻ തലക്കാവേരിയിൽ പോയി തീർത്ഥാടകന്മാര സംഘം. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി. കാട്ടിലെ കല്ലും മുള്ളും ചവിട്ടി പദയാത്രികരായി ഇതാ ആ തീർത്ഥാടകർ കാട്ടിലൂടെ നടന്നു പോകുന്നു. നേരം വരവരാ വിളക്കപ്പോൾ ആ തീർത്ഥാടകർ മെയിൻ റോഡിലെത്തി. ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ. ഒരു കാർ വന്ന് ഹോൺ അടിച്ചു. ഭക്തന്മാർ ഇരു പാർശ്വങ്ങളിലേക്കും ചാടി. റോഡിന്റെ നടുക്കൂടി വളരെ സ്വതന്ത്രമായി പാട്ടും പാടി നടന്ന ഭക്തന്മാർ കാറിന്റെ ഹോൺ കേട്ടപ്പോൾ രണ്ടു വശത്തേക്കും ചാടി. ആ കാർ ഇളക്കി വിട്ട പൊടിപടലം അവരുടെ ആസാരന്ധങ്ങളിൽ ചെന്ന് കയറി. പലർക്കും തുമ്മലും ചീറ്റലും ഒക്കെ തുടങ്ങി. ആ കാറിൽ സഞ്ചരിച്ചവരും തലക്കാവേരിയിലേക്ക് പോവുകയാണ്, തീർത്ഥാടകരായി പോവുകയാണ്. നമുക്ക് പരിചയമുള്ളവരാണ്. ദേവയ്യൻ, പാർവതി, സീതമ്മ, പാർവതിയുടെ മകൻ. കാറിൽ പോയ അവർക്ക് അന്ന് തന്നെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങാമായിരുന്നു. പക്ഷേ അതൊരു ഉല്ലാസവേളയായി കണ്ട് ദേവയ്യന്റെ നിർദ്ദേശപ്രകാരം അന്ന് സത്രത്തിൽ മുറിയെടുത്തവർ താമസിച്ചു. ഒരു രാത്രി അവിടെ കഴിയാമെന്ന് കരുതി. 2 മുറികളെടുത്തു. ഒരു മുറിയിൽ ദേവയ്യൻ ഒറ്റയ്ക്ക്, ശേഷിച്ചവരെല്ലാം 2ാമത്തെ മുറിയിൽ. കിടക്കാൻ കിടക്കയും മറ്റും കൊണ്ടുപോകേണ്ട കാലം. സത്രങ്ങളിലൊക്കെ കിടക്കകൾ അങ്ങനെ ഉള്ള കാലമല്ല. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മുടെ വീട്ടിലില്ലാത്തത് ഈ സത്രങ്ങളിലും ഹോട്ടലുകളിലും. വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ മുറി വാടകയ്ക്ക് എടുത്താൽ നമ്മൾ ചെന്ന് മെത്തയിൽ കിടന്നാൽ ചിലപ്പോ അതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ വല്ല ക്രെയിനൊക്കെ കൊണ്ടുവരണം. അത്രയ്ക്ക് പതഞ്ഞു പോകുന്ന മെത്തയാണ്. അത്ര കൂടിയ മെത്തയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അന്ന് ഈ മെത്തയൊക്കെ ചുരുട്ടി അങ്ങ് കൊണ്ടുചെല്ലണം. ഇവരിതെല്ലാമായിട്ടാണ് പോയത്. അവരാ മുറികളിൽ പ്രത്യേകം താമസിച്ചു. ആ രാത്രി 2 വെളുത്തു. നേരം പുലർന്നപ്പോൾ പോകാൻ ദേവയ്യൻ ധൃതി കൂട്ടുന്നു. കാരണം പെണ്ണുങ്ങൾ ഒരുങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അവർക്ക് അതെടുത്ത് ഇതെടുത്ത് മുടി ചെയ്യും, പൊട്ടുകുത്തി, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സമയമെടുക്കുന്നു. അയാൾ അക്ഷമനായി വാച്ചു നോക്കുന്നു. പാർവതി, വേഗമാകട്ടെ, സന്ധ്യാദിനം മുമ്പ് കുടകിലെത്തണ്ടേ, നിങ്ങളെയും കൊണ്ട്. ഇഞ്ഞു വന്നേ. എന്താ പാർവതി, ഇഞ്ഞു വാ. അല്ലാത്ത ഉത്കണ്ഠ. എന്താ പ്രശ്നം എന്തെങ്കിലും കൊണ്ടോ? ആ, എന്താ പ്രശ്നം? അതെ, സീതമ്മയുടെ ഒരു ലോലക്ക് കാണാനില്ല. ലോലക്ക് കാണാനില്ലേ? ഞാൻ വിചാരിച്ച് സ്വർണം വല്ലതും പോയിരുന്നു. ആ, ഒരു ജോഡി ലോലക്ക് തന്നല്ലോ, പുതിയൊരു ജോഡി ഞാൻ വാങ്ങിത്തരാം. അത് നോക്കി സമയം നിങ്ങൾ വേണ്ട, വേഗം വണ്ടി കയറാൻ നോക്ക്. അയാൾ ധൃതി വെച്ചു. എല്ലാവരും വണ്ടിയിലേറി മടക്കയാത്ര ആരംഭിച്ചു. യഥാസമയം ഉദ്ദേശിച്ചതുപോലെ പകൽ സമയത്ത് തന്നെ കുടകിൽ മടങ്ങിയെത്തി. അടുത്ത ദിവസം അവധിയാണ്. അവധി ദിവസം തീർത്ഥാടനത്തിൽ കൊണ്ടുപോയ മെത്തയൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ പാർവതി കൊണ്ടുവന്ന മുറ്റത്ത് ചുരുളഴിച്ചിടുന്നു. ഒരു 11:30-12 മണിയായി. വെയിൽ ഉറച്ച സമയം. ദേവയ്യൻ കിടന്ന മെത്ത ചുരുളഴിച്ച് നിവർത്തിയിട്ടപ്പോൾ അതിലെന്തോ തിളങ്ങുന്നു. അവളൊന്ന് സൂക്ഷിച്ചു നോക്കും. വല്ലാത്ത തിളക്കം. ചെന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ കണ്ടു ലോലക്. പാർവതി നോക്കി. ഇതാ ലോലക്, കാണാതായ ലോലക്, സീതമ്മയുടെ ലോലക്, കാണാതായ ലോലക്. ദേവയ്യൻ ഉറങ്ങിയ മെത്തയിൽ. അയ്യോ, ഇതിനായിരുന്നോ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത്? ഞാനൊന്നും അറിഞ്ഞില്ലേ, യാത്രാക്ഷീണം കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ വീടിനുള്ളിലേക്ക് കടന്നു വന്നു. ആ മേശക്കരികിൽ ഒരു കസേര ചെന്നിരുന്നു. മേശപ്പുറത്ത് മുഖം അമർത്തി കിടന്നു. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ഇതാ പാർവതി പുറത്തേക്ക് വരുന്നു. ചുട്ട കിഴങ്ങുകൾ തോലൂരിച്ചങ്ങൊരു ശുദ്ധ സ്ഫടിക പാത്രത്തിലാക്കി. ചുട്ട കിഴങ്ങുകൾ തോലൂരിച്ചങ്ങൊരു ശുദ്ധ സ്ഫടിക പാത്രത്തിലാക്കി. ഒരു കണ്ണാടി പാത്രത്തിൽ പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങ് തോല് കളഞ്ഞ് വൃത്തിയാക്കി. ഇതാ ചേച്ചിക്ക് കൊണ്ടുകൊടുക്കാൻ, അക്കന് കൊടുക്കാൻ സീതമ്മ വരുന്നു. അവൾ ഇവിടുത്തെ ഈ സംഘർഷമൊന്നും അറിഞ്ഞില്ല. അവളുടെ പല സംഘർഷമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങോട്ട് വന്ന് അക്ക എന്തൊടുക്കുക, കവന്നടന്ന് എന്തൊടുക്കാതെ നല്ല നാന്തര മധുരക്കിഴങ്ങ് ചുട്ട് ഞാൻ ഒത്തിരി അങ്ങ് തിന്നു. നല്ല രുചി. ഇതാ 2 ലക്ഷം എടുത്ത് തന്നെ. അക്ക, ഇതെന്തൊരു കിടപ്പാ? അവൾ മുഖമുയർത്തി അനുജത്തിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആ നോട്ടം കണ്ട് സീതമ്മ ആകെ പേടിച്ചുപോയി.
എന്താക്കാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നോക്കാതെ ഇതെടുത്ത് തിന്ന്. അവൾ ആ പാത്രം ചേച്ചിയുടെ നേർക്കുന്നു കിട്ടി. സർവ്വ കരുത്തുമെടുത്ത് പാർവതി ആ പാത്രത്തിൽ തട്ട് വെച്ചു കൊടുത്തു. അത് ദൂരെ ചെന്ന് പൊട്ടി വീട് ചിതറി. അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റം അവളെ വല്ലാത്ത കുഴപ്പത്തിൽ കൊണ്ടിയെത്തി ചാടിച്ചു. അവൾ അന്തം വിട്ടുപോയി, താളിച്ചെന്നു പോയി. എന്തു പറ്റി? അക്കൻ എന്തു പറ്റി? ആ മുഖത്തെ രൗദ്രഭാവം കണ്ട് ആകെ പേടിച്ച് അവൾ അലക്ഷ്യമായി പുറകോട്ട് നടന്നു. പുറകോട്ട് ചെന്ന് അവൾ ചെന്ന് ചവിട്ടിയത് ആ പാത്രം പൊട്ടിച്ചിതറിയ ഒരു കൂർത്ത ചില്ലിന്മേലായിരുന്നു. അയ്യോ, എന്റെ കാലിൽ ആ ചില്ലി കഷ്ണം തറഞ്ഞു കയറി. പാർവതി അത് കണ്ടു. പക്ഷെ അന്നേരത്തെ ദേഷ്യത്തിൽ അത് കണ്ടില്ലെന്ന് നടിച്ച് അവൾ തന്റെ മുറിയിലേക്ക് പോയി. ചെന്ന് വാതിൽ വലിച്ചടച്ച് അന്നത്തെ പോലെ ആ കിടക്കയിൽ കമണ്ട് വീണ് കിടന്ന് കരഞ്ഞു. പാവം സീതമ്മ. അവളുടെ കാലിൽ കുപ്പിമുറി തറഞ്ഞു കയറിയിരിക്കുന്നു, കുപ്പിച്ചെല്ലി. അവൾ സ്വയം അത് പുറത്തെടുത്തു, രക്തം അമർത്തി കളഞ്ഞു. അവൾ തന്നെ മരുന്ന് വെക്കുകയാണ്. ചുവന്നുള്ളി ചതച്ച് ആ മുറിവിൽ വെച്ച് പൊതിഞ്ഞു കെട്ടുന്നു, പഴന്തുണിയിട്ട് കെട്ടുന്നു. അവൾ അവളുടെ കിടക്കയിൽ പോയി കിടന്നു. കാലിന് നല്ല വേദന. അവൾക്ക് തന്റെ അക്കന്റെ അസാധാരണമായ പെരുമാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവൾ അങ്ങനെ കിടക്കുന്നു. നേരം അങ്ങനെ പോകുന്നു. നേരം ഇരുട്ടി. അവരാരും ഒന്നും കഴിച്ചില്ല. പാർവതിയുടെ മകൻ അന്നത്തെ പോലെ നാഥനായി ആ ചാരുകസേരയിൽ ചെന്ന് കിടന്നു. അന്നും ആ വീട്ടിൽ അത്താഴം വെച്ചില്ല. എല്ലാവരും ഇതാ ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. മന്ത്രിച്ചിടുന്നു മനസാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ, ചെന്ന് മാപ്പിരക്കൂ. മന്ത്രിച്ചിടുന്നു മനസാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ, ചെന്ന് മാപ്പിരക്കൂ. അച്ഛന് കൊടുത്ത വാക്കിതാ രണ്ടാമതും ലംഘിച്ചിരിക്കുന്നു. അനുജത്തി ചെയ്തത് തെറ്റാണ്. പക്ഷേ അച്ഛന് കൊടുത്ത വാക്കിനൊരു വില വേണ്ടേ? അവൾക്ക് വല്ലാത്ത മനസ്സംഘർഷം. ഉറക്കം വരുന്നില്ല. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. പക്ഷേ സീതമ്മ ആ കാല് വേദനിച്ച് കാലൊരു തലേണപ്പുറത്ത് എടുത്ത് ഉയർത്തി വെച്ച് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. വല്ലാത്ത ഗാഠമായ നിദ്രയിൽ ആണ്ടുപോയി അവൾ. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പാർവതി എഴുന്നേറ്റു. ഇനിയിപ്പോ അനുജത്തിയെ ചെന്ന് കണ്ട് എന്തെങ്കിലും ഒന്നും നല്ല വാക്ക് പറയണം, അവളെ സമാധാനിപ്പിക്കണം. ഇങ്ങനെ കൂടെ കൂടെ അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അവൾ എന്റെ കൂടപ്പിറപ്പാണ്. അങ്ങനൊരു വികാരത്തിന്റെ തള്ളിച്ചയിൽ അവൾ മുറിവിട്ടിറങ്ങി. എന്റെ ദേവന്റെ ഫോട്ടോ. ഇവളെന്റെ അനുജത്തിയല്ല, ഇവളെന്റെ അനുജത്തിയല്ല. അവൾ ആ ദേഷ്യത്തിൽ ആ ഫോട്ടോ നുള്ളിക്ക് നിലത്തെറിഞ്ഞു. ഇവൾ അനുജത്തിയല്ല, അനുജത്തിയല്ല. ഇവൾ പാമ്പാണ്. ഇവൾ വിഷം ചീട്ടുന്ന പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്. എവളെ ഞാൻ വെച്ചേക്കില്ല, എവളെ ഞാൻ വെച്ചേക്കില്ല. അസ്ത്രം തൊടുത്തുവിട്ട വേഗത്തിൽ പാർവതി അടുക്കളയിലേക്ക് പോയി. അവൾ ചെന്നൊരു വെട്ടുകത്തി കരസ്ഥമാക്കി. അനുജത്തിയുടെ അടുത്ത് മടങ്ങി വന്നു. ഉറങ്ങുന്ന അനുജത്തിയെ നോക്കുന്നു. ഇവളെന്റെ അനുജത്തിയല്ല, എവളെ ഞാൻ വെച്ചേക്കില്ല, എവളെ ഞാൻ വെച്ചേക്കില്ല. അവളെ കഴുത്തിലേക്ക് വെട്ടാൻ അവൾ ആ വെട്ടുകത്തി അന്തരീക്ഷത്തിൽ ഉയർത്തി. പെട്ടെന്ന് ആരോ അവളുടെ കൈക്ക് കയറി പിടിച്ചു. പിന്നിൽ നിന്ന് ആരോ കൈക്ക് കയറി പിടിച്ചു. വളരെ യാദൃച്ഛികമായി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ദേവയ്യൻ. ജനാലപ്പഴുതിലൂടെ അത്ഭുതകരമായി അനുജത്തി രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ ആ വെട്ടുകത്തി പിടിച്ചു വാങ്ങിച്ചൊരു ഏറ് കൊടുത്തു. എന്നിട്ട് അയാൾ മുറിക്കുള്ളിൽ എങ്ങനെയോ കടന്നു. പാർവതി, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്തായി കാണിക്കാൻ പോയത്? അറിയുന്നില്ല. അവളിതാ വല്ലാതെ രൂക്ഷമായി ദേവയ്യനെ നോക്കുന്നു. അവൾക്ക് മോഹാലസ്യം വരുന്നത് പോലെ അവളുടെ കണ്ണുകൾ മറിഞ്ഞു മറിഞ്ഞു പോകുന്നു. പാർവതി, പാർവതി, പാർവതി വീണുപോയി. ബോധം കെട്ട് വീണുപോയി. ദേവയ്യൻ അവളെ താങ്ങിയെടുത്തു. അവളുടെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. അരികിൽ ഒരു പരിചാരകനെ പോലിരുന്നു. അവളെ വീശുന്നു. നേരം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് ശബ്ദങ്ങൾ കേൾക്കാം. രാക്കിളിയുടെ ശബ്ദം. രാക്കിളി മരപ്പൊത്തിൽ ചിലച്ചു. ഞെട്ടിപ്പിടഞ്ഞാത്ത സംഭ്രമം പണിപ്പെട്ടവൾ എഴുന്നേറ്റു. അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ. അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ. ബോധം വീണ്ടും കിട്ടിയപ്പോ പാർവതി ഓടി എഴുന്നേറ്റു. ദേവണ്ണ, ദേവണ്ണ, ആരോടും പറയല്ലേ, ഞാൻ സീതയെ വെട്ടിക്കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയല്ലേ. ഇല്ല, ഇല്ല, ശബ്ദമുണ്ടാക്കാതെ, ഇക്കാര്യം ഉറക്കം വിളിച്ചു പറയാതെ മറ്റാരെങ്കിലും കേൾക്കും. ഇതുവരെ സീത അറിഞ്ഞിട്ടില്ല. നീ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ അവൾ ഉണരും. സീത ഉണരും. ഉണർന്നാൽ ഒരു പക്ഷേ അവളും മനസ്സിലാക്കും. അപ്പോഴേക്കും സീതമ്മ ഉണർന്നു കഴിഞ്ഞു. അവൾ ആ മുറിയിലേക്ക് കടന്നു വന്നു.
കാല് വേച്ച് വെച്ച് ഇതാ അവൾ നടന്നു വരുന്നു. അവൾ മുറിക്കുള്ളിലേക്ക് വന്ന് ഈ കാഴ്ച കണ്ടു. ദേവയ്യൻ ആ കിടക്കയിൽ ഇരിക്കുന്നു, പാർവതിയും അവിടെ ഇരിക്കുന്നു. പാർവതി സീതമ്മയെ കണ്ടപ്പോ അവൾക്ക് പിന്നെയും ബോധക്ഷയമായി. അവൾ ആ കിടക്കയിലേക്ക് വീണു. അയ്യോ, എന്റെ അക്ക വീണു, അക്ക അക്ക. അവൾക്ക് ആകെ പരിഭ്രമം. നീ പരിഭ്രമിക്കണ്ട, ഇവൾക്ക് ചെറിയൊരു സന്നിപാത ജ്വരമാണ്, പനിയുടെ തുടക്കമാണ്. അത് ഉറങ്ങി തെളിയുമ്പോൾ അങ്ങ് മാറും. അയ്യോ, എന്റെ അക്കൻ അക്കനെ അക്കനെ എന്താ പറ്റും? ഒന്നും പറ്റിയില്ല, ഉറങ്ങി തെളിയുമ്പോൾ അങ്ങ് മാറും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ രാവിലെ ഡോക്ടറെ കൊണ്ടുവരാം. അടുത്ത ദിവസം രാവിലെ അയാൾ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ചു. ദേവയ്യനോട് പറയുന്നു, മിസ്റ്റർ ദേവയ്യൻ, മിസ്ട്രസിന് യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിന് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം, അത് വാങ്ങിക്കൊടുത്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അയാൾ പോയി ആ മരുന്ന് വാങ്ങിക്കൊടുത്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാർവതിയുടെ സ്വഭാവത്തിൽ വമ്പിച്ച മാറ്റം. അവൾക്ക് മനോവിഭ്രാന്തിയുടെ തുടക്കം പോലെ, അതിന് ചേരുന്ന തരത്തിലുള്ള പെരുമാറ്റം, മനോവിഭ്രാന്തി, ഭ്രാന്തിന്റെ തുടക്കം പോലെ. അവൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും, ചിലപ്പോ ഉറക്കെ പൊട്ടിച്ചിരിക്കും, ചിലപ്പോ പൊട്ടിക്കരയും, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോ പൊട്ടിച്ചിരിക്കും. തനി ഭ്രാന്തിന്റെ ലക്ഷണം. മരുന്ന് കൊടുത്താൽ അത് കഴിക്കില്ല, അത് വലിച്ചെറിയും. ആഹാരം കൊടുത്താൽ അത് തട്ടി ദൂരത്തുകളെ. അവൾക്ക് ആഹാരത്തോട് ആർത്തിയില്ല. അവൾ ദിനം പ്രതി ഒരു പേക്കോലം പോലെ ആയിത്തീരുന്നു. അവളുടെ മുടിനാരിഴകൾ ഓരോന്നോരോന്നായി ഊർന്നു വീണുകൊണ്ടിരുന്നു. അവളുടെ സൗന്ദര്യമെല്ലാം ചോർന്നുപോയി. അവളൊരു പേക്കോലമായി മാറി. അവൾക്ക് കൃത്യമായ ഉറക്കമില്ല. എപ്പോഴെങ്കിലും ഉറങ്ങും, എപ്പോഴെങ്കിലും ഉണരും. ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് അവൾ ഉണർന്ന് മുൻവശത്തെ വരാന്തയിൽ വന്ന് പുറത്തേക്ക് നോക്കി. അകലെ കാണാം നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആ തടാക തീരം. ആ പാറപ്പുറത്ത് ആരോ രണ്ടുപേരിരിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. അവൾ ഊഹിച്ചു അത് താനും ദേവയ്യനും ഇരിക്കാറുള്ള ആ പാറപ്പുറത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ദേവയ്യനും സീതമ്മയും. കൊല്ലം ഞാൻ രണ്ടിനെയും. അവൾ അങ്ങോട്ട് കുതിച്ചു. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ത്രാണി അവൾക്കില്ല. അവൾ വീണുപോയി, മോഹാലസ്യപ്പെട്ട് വീണുപോയി. ഏറെ നേരം അങ്ങനെ കിടന്നു. പിന്നെ എപ്പോഴോ ബോധം തെളിഞ്ഞപ്പോൾ അവൾ വേച്ച് അവളുടെ കിടക്കയിൽ ചെന്ന് കിടന്നുറക്കമായി. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞു കാണും. അവൾ ഉണർന്നു. വീട്ടിനുള്ളിൽ സംഭാഷണം കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത് അതറിയാൻ അവൾ ആ നടുവിലത്തെ മുറിയിലേക്ക് വന്നു. മുകളിലേക്ക് ഗോവണിയുള്ള മുറിയിലേക്ക് വന്നു. ആ ഗോവണിപ്പടിയുടെ സമീപം വന്ന് നിന്നപ്പോൾ സംഭാഷണം മുകളിലാണെന്ന് മനസ്സിലായി. അവിടെ സംഭാഷണം നടക്കുന്നു. ദേവണ്ണ, എന്താ ഇത്? എന്തൊരു പടുതിയായത്? കുടിച്ചിട്ട് കയറി വന്നിരിക്കുന്നു. ചുംബിച്ചിടേണ്ടെന്നെ ഇന്നു നിങ്ങൾ, ചുണ്ടിൽ മദ്യത്തിന്റെ ഗന്ധമല്ലോ. ചുംബിച്ചിടേണ്ടെന്നെ ഇന്നു നിങ്ങൾ, ചുണ്ടിൽ മദ്യത്തിന്റെ ഗന്ധമല്ലോ. എന്റെ സീതമ്മേ, ഞാനിന്ന് സന്തോഷത്തിന് സ്വൽപ്പം കഴിച്ചു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മേല കഴിക്കില്ല. ദേവണ്ണ, ഒരു കാര്യം ഓർമ്മ വേണം. എനിക്ക് വീടാണ്. വേശ്യാലയമല്ലിതോർമ്മ വേണം, വേശ്യാലയമല്ലിതോർമ്മ വേണം. ആകെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഇത് വേശ്യാലയല്ല, ഇത് വീടാണ്. വീടാണോ? ഇത് ആശ്രമമാണ്, ആശ്രമം. ഇത് കുടകുനാടല്ല, ഇത് പഞ്ചവടി. ഇത് ആശ്രമം. നീ സീത, ഞാൻ ശ്രീരാമൻ. പെട്ടെന്ന് അവിടെ താഴെ എന്തോ പടികളിൽ തട്ടി താഴേക്ക് പോകുന്ന ശബ്ദം കേട്ട് സീതമ്മ ചെന്ന് നോക്കുമ്പോൾ ഇതാ അവളുടെ അക്കൻ നിലത്ത് കിടക്കുന്നു. ഈ സംഭാഷണത്തിന് കാതോർത്ത് പടികളേറി വന്ന അവൾ പാർവതി കുഴഞ്ഞു വീണുപോയതാ. പടികളിൽ തട്ടി താഴെ വീണ് കിടക്കുന്നു. അക്കം വീണു, എന്റെ അക്കം വീണു. അക്കനെ എടുക്കാം. അക്കനെ എടുത്ത് നമുക്ക് കുഴിച്ചിടാം. കാരണം അവൾ മരിച്ചു കാണും. നീ കുഴിച്ചിടാ, അല്ലെങ്കിൽ അവളെ ദഹിപ്പിച്ചു കാണും. ദേവണ്ണ, എന്തൊക്കെയായി പറയുന്നത്? അയാൾ മദ്യലഹരിയിൽ എന്തൊക്കെയോ നിന്ന് പുലമ്പുന്നു. നേരം പുലർന്നു, ദിവസങ്ങൾ കടക്കുന്നു. പാർവതിയുടെ സ്വഭാവത്തിൽ നേരിയ വ്യത്യാസം. അവൾ സുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ. ഒരു ദിവസം കുടകിൽ അവളുടെ ചിറ്റപ്പൻ വന്നു. സിദ്ധപുരത്ത് നിന്ന് അവളുടെ ചിറ്റപ്പൻ, അവളുടെ അച്ഛന്റെ അനുജൻ. ആ വൃദ്ധൻ പാർവതി കണ്ട് ആകെ അന്താളിച്ചു നിന്നുപോയി. എടി മോളെ പാർവതി, ഇത് എന്ത് കോലവാ ഇത്? നീ തന്നെ ആണോ കൊച്ചേ? നിനക്ക് ഏതാണ്ട് വലിയ ദീനമായിരുന്നല്ലേ? ഇതായിരുന്നെങ്കിൽ നീ നേരത്തെ ഞങ്ങളെ അറിയിക്കാഞ്ഞത് എന്താ? അയ്യോ, അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല ചിറ്റപ്പ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊരു ജ്വരമായിരുന്നു. അതാ ഈ മുടിയെല്ലാം പൊഴിഞ്ഞത്. ഞാൻ ശോഷിച്ചതാ. ഇപ്പൊ എല്ലാം മാറി കേട്ടോ. എന്റെ മോന്റെ കാര്യങ്ങളൊന്നും നേരെ ചുവ നടക്കുന്നില്ല. അവനെ അങ്ങോട്ട് കൊണ്ടുപോകും ചിറ്റപ്പൻ. അവിടെ എവിടെ കൊണ്ടുപോകാൻ? ചിറ്റപ്പൻ അവിടുത്തെ സ്കൂളിൽ അവനെ ചേർക്ക്. എനിക്കൊരു സുഖമാകുന്നിടം വരെ അവൻ അവിടെ പഠിക്കട്ടെ. മോനെ ഇങ്ങ് വാ. എന്താ അമ്മച്ചി? മോനെ അപ്പൂപ്പനെ അറിയില്ലേ? അറിയാം.
സിദ്ധപുരത്തെ കൊച്ചപ്പൂപ്പൻ. ആ മിടുക്കൻ. കൊച്ചപ്പൂപ്പന്റെ കൂടെ ചെല്ല്. അല്ലമ്മേ, അപ്പൊ എനിക്ക് സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോകാനാ? അവിടുത്തെ സ്കൂളിൽ ചേർന്ന് പഠിക്കാം. അവിടുത്തെ സ്കൂളിലോ? എനിക്ക് ഇവിടുത്തെ സ്കൂളാ ഇഷ്ടം, അമ്മച്ചിയുടെ സ്കൂളാ ഇഷ്ടം, ഞാൻ ഇവിടെ പഠിക്കുന്നേ ഉള്ളൂ. മോനെ, അമ്മ ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ലല്ലോ, അമ്മയ്ക്ക് വയ്യല്ലോ, അതുകൊണ്ട് മോൻ അവിടെ ചെല്ല്. അമ്മയുടെ സ്കൂളിലും നല്ല സ്കൂളാ, അമ്മയൊക്കെ പഠിച്ച സ്കൂളാ, അവിടെ ചെന്ന് പഠിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ അമ്മയ്ക്ക് സുഖമാകുമ്പോൾ അമ്മ വന്ന് വിളിച്ചോണ്ട് വരാം. അപ്പൂപ്പൻ്റെ കൂടെ ചെല്ല്. അരി നയിപ്പിച്ച് കുട്ടിയെ അവൾ യാത്രയാക്കുന്നു. ആ വൃദ്ധനോടൊപ്പം തന്റെ കുഞ്ഞ് പടിയിറങ്ങുമ്പോൾ പാർവതി കണ്ണു തുടയ്ക്കുകയായിരുന്നു. മകന്റെ പോക്കറ്റിൽ ഒരു 100 രൂപ നോട്ട് അവൾ വെച്ചു കൊടുത്തു. ആ കുട്ടി ദൂരെ ചെന്ന് മറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുന്നു. അവൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തോന്നലാണ് ഇപ്പോൾ സീതമ്മയ്ക്ക്. ഒരു ദിവസം ദേവണ്ണം വന്നപ്പോ, ദേവണ്ണ അക്കന് നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്, അവരുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ പിന്നെ സിദ്ധപുരത്തെ ചിറ്റപ്പനെ വിളിച്ചു വരുത്തി, എഴുത്തയച്ചു വിളിച്ചു വരുത്തി, അവരുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ആര് പറഞ്ഞതിനോട്? അയ്യോ നേരാ, അങ്ങോട്ട് ചെല്ല്, ആ മുറിയിലുണ്ട്, ദേവണ്ണൻ തന്നെ നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക്, അവരുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് കയറി ചെന്നു. പാർവതി, നിനക്ക് സുഖമാണോ? ആ, ഇപ്പോ ആശ്വാസമുണ്ട് ദേവണ്ണ. ദേവണ്ണ, നാളത്തെ ദിവസം ഏതാണെന്നറിയാമോ? ഏതാണ്? നാളെ പുത്തരിയാണ്. ഓ ഐ സി, പുത്തരി. നീ പറയുമ്പോഴാണ് ഈ പുത്തരിയുടെ കാര്യം ഞാൻ ഓർക്കാറ്. ആ അണ്ണ, പിന്നെ പുത്തരിയായിട്ട് എനിക്കൊരാഗ്രഹം, വല്ലാത്തൊരാഗ്രഹം. എന്താ? മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി, മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി. അതിനെന്താ, നമുക്ക് കുറച്ച് മാനിറച്ചി വാങ്ങിക്കളയാം, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അതുപോരാ, ദേവണ്ണം വേട്ടയ്ക്ക് പോകണം. അയ്യോ എന്റെ പാർവതി, പോവതില്ല കുറച്ചു കാലമായി, പോവതില്ല നായാടുവാൻ, പോവതില്ല കുറച്ചു കാലമായി, പോവതില്ല നായാടുവാൻ. മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി, മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി. ദേവണ്ണ, വേട്ടയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്നാൽ ഒരു മാനിനെ വെടിവെച്ചിടാം. അതിന് നാളെയല്ലേ പുത്തരി? മാൻ ഇവിടെ നിന്ന് കാണാവുന്ന സ്ഥലത്ത് വരാൻ ഇനിയും സമയമുണ്ട്. ദേവണ്ണൻ തോക്കുമായിട്ട് വരാമെങ്കിൽ ആ മാൻ ഇവിടെ വെച്ച് വെടിവെച്ചു. എവിടെ വരാനാ മാൻ? ആ തടാക തീരത്ത് ഇടയായി അല്പസമയം കഴിയുന്ന നേരത്ത് ഒരു മാൻ വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യമാണോ? സത്യമാണോ പാർവതി നീ പറഞ്ഞത്? സത്യമേ പറയൂ. അല്പം കഴിയുമ്പോൾ മാൻ വരും, പുള്ളിമാൻ വരും. ദേവണ്ണൻ തോക്കെടുത്തോണ്ട് പോവാ. അയാൾ പോയി തോക്കുമായി മടങ്ങി വന്നു. ആ, തോക്ക് കൊണ്ടുവന്നല്ല. ദേവണ്ണൻ കാര്യം ചെയ്യും, മുകളിൽ ചെന്നിരിക്കും. അവിടെ ഇരുന്നാൽ തടാക തീരം വ്യക്തമായി കാണാം. അല്പം കഴിയുമ്പോൾ മാൻ വരും. അപ്പോ അവിടെ നിന്ന് അതിനെ കൃത്യമായി വെടിവെച്ചിടാം. അയാൾ മുകളിലേക്ക് പോയി. അന്തിമയങ്ങി ദേവയ്യനാ മാളിക ചാരുപടിമേലിരുന്നു, താഴത്തടാകത്തിൽ പുള്ളിമാനെത്തുന്ന നേരവും കാത്തങ്ങിരുന്നു, താഴത്തടാകത്തിൽ പുള്ളിമാനെത്തുന്ന നേരവും കാത്തങ്ങിരുന്നു, നേരവും കാത്തങ്ങിരുന്നു, നേരവും കാത്തങ്ങിരുന്നു. ദേവയ്യൻ മുകളിൽ ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ സീതമ്മയും അവിടെ ചെന്നു. അവർ കാത്തിരുന്നു. വന്നില്ല പുള്ളിമാൻ കാത്തവരക്ഷമം, വന്നില്ല പുള്ളിമാൻ താഴെ, വന്നില്ല പുള്ളിമാൻ കാത്തവരക്ഷമം, വന്നില്ല പുള്ളിമാൻ താഴെ, വന്നില്ല പുള്ളിമാൻ താഴെ, വന്നില്ല പുള്ളിമാൻ താഴെ. പുള്ളിമാൻ എത്തിയിട്ടില്ല. ദേവയ്യന് തോന്നി വെറുതെ ഭ്രാന്ത് പറഞ്ഞതാണ് അവൾ. അല്പം കഴിഞ്ഞപ്പോ സീതമ്മ പറഞ്ഞു, ദേവണ്ണ ദേവണ്ണ, പുള്ളിമാൻ വന്നു, പുള്ളിമാൻ വന്നു, ദേ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, നോക്കൂ, അതാ പുള്ളിമാൻ. അയാൾ നോക്കി. ശരിയാണ്, പുള്ളിമാൻ വന്നിരിക്കുന്നു. ഞാൻ ഉന്നം പിടിക്കുകയാണ്, നിന്റെ തോളത്ത് കൊക്ക് വെച്ച് ഞാൻ ഉന്നം പിടിക്കുകയാണ്. സീതേ, നീ ചലിക്കരുത്. ഇല്ല ദേവണ്ണ, നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? വെടിവെക്കുമ്പോ നീ ചലിച്ചാൽ ഉന്നം തെറ്റും. ഇല്ല, ഞാൻ ചലിക്കില്ല, ഞാൻ ഉറച്ചിരിക്കും. ദേ, ഞാൻ ഉന്നം പിടിക്കുകയാണ്. അയാൾ ഉന്നം പിടിക്കുന്നു. ഉന്നം പിഴച്ചില്ല. ദേവയ്യന്റെ ഉന്നം പിഴക്കാറില്ല. ഉന്നം പിഴച്ചില്ല, തോക്കൊഴിഞ്ഞു, കാട്ടിൽ ചെന്നലച്ചു, ഘോര ശബ്ദം, ഘോര ശബ്ദം. വെടിയേറ്റ പുള്ളിമാൻ വീണു. അയാൾ അതിനെ എടുക്കാൻ ടോർച്ചും തളിച്ച് താഴേക്ക് പോയി. സാധാരണ
വെടിയേറ്റ് വീണ പുള്ളിമാനിനെ കാലിൽ വലിച്ചാണ് അയാൾ ഉയർത്താറ്. അതിനുവേണ്ടി അയാൾ ടോർച്ച് തെളിച്ച് അതിനെ നോക്കുമ്പോൾ അയാൾ കണ്ടു, പുള്ളിമാനല്ല, പാർവതി ദേവന്റെ പുള്ളിമാൻ വീണു കിടപ്പൂ. നെറ്റിയിൽ കുങ്കുമം ചാത്തിയ മാതിരി പറ്റിയൊഴുകും രക്തം. 2 വർഷം മുമ്പ് അവൾ അണിഞ്ഞിരുന്ന അതേ സാരി, 2 വർഷം മുമ്പ് തന്നെ തെറ്റിദ്ധരിപ്പിച്ച അതേ സാരി, തവിട്ട് നിറത്തിൽ പുള്ളികളുള്ള അതേ സാരി അവൾ അണിഞ്ഞിരിക്കുന്നു. വിറയ്ക്കുന്ന കൈകളാൽ അയാൾ ടോർച്ച് വീണ്ടും തെളിച്ചു. അയാൾ കണ്ടു ചേതനേറ്റ് കിടക്കുന്ന അവളുടെ ശരീരത്തിൽ ആ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചൊരു കടലാസ്. ആ കടലാസ് അയാൾ എടുത്ത് നിവർത്തി ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വിറ കൈയോടെ വായിച്ചു. അതിലെഴുതിയിരിക്കുന്നു, പ്രാണേശ്വര ഏകുന്നൊരന്ത്യോപകാരമായി സീതയെ സ്വീകരിക്കണമേ ദേവാ. ഏകുന്നൊരന്ത്യോപകാരമായി സീതയെ സ്വീകരിക്കണമേ ദേവാ. പോവുന്നു ദേവാനിൻ പുള്ളിമാൻ നേരുന്നു ഭാവുകമെൻ ദേവദേവാ. പോവുന്നു ദേവാനിൻ പുള്ളിമാൻ നേരുന്നു ഭാവുകമെൻ ദേവദേവാ. ഭാവുകമെൻ ദേവദേവാ. ഭാവുകമെൻ ദേവദേവാ. അങ്ങനെ 2 വർഷം മുമ്പ് ആ തടാക തീരത്ത് ആരംഭിച്ച പുള്ളിമാനിന്റെ കഥ ഇവിടെ അതേ തടാക തീരത്ത് തന്നെ പൂർണ്ണമാകുന്നു ഈ നിമിഷം. ഈ കഥ ആദ്യന്തം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, കേളിക്ക് നന്ദി, അഭിവാദനങ്ങൾ.